ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 149 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മിസ്രൈമിലേക്ക് അയച്ച ബാധകൾ. ഞാൻ ഒരു 12 ദിവസത്തോളം തൃശ്ശൂരില്ലായിരുന്നു. എനിക്ക് ഈ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഇത്രയും ദിവസം മുടങ്ങിയതെന്ന് കേൾവിക്കാരെ പ്രിയപ്പെട്ടവരെ അറിയിച്ചുകൊള്ളുന്നു. 8ാമത്തെ ബാധയെന്ന് പറയുന്നത് വെട്ടുക്കിളിയാണ്. മിസ്രൈമിന്റെ പ്രകൃതി സംരക്ഷണ ദേവിയാണ് സേത്ത്. ഇവർക്ക് ഓരോരോ കാര്യങ്ങൾക്ക് ഓരോരോ ദേവനോ ദേവിയോ ഉണ്ട്. മിസ്രൈമ്യർക്ക് ഓരോ വിഷയത്തിനും ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവം തമ്പുരാൻ തീരുമാനിച്ചു, ഈ സംരക്ഷണ ശക്തി നൽകുന്ന ഈ ശക്തിയായിരിക്കുന്ന ഈ ദേവിയുടെ ശക്തിയെ എത്രമാത്രമാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ചെറിയ ഒരു ഇനം ജീവി, അതിൻ്റെ പേര് വെട്ടുക്കിളി എന്നാണ്. പേര് കേട്ടാൽ ഏതാണ്ട് വലിയ കിളി പോലൊക്കെ ഇരിക്കും. അതൊന്നുമല്ല. ചില നാട്ടിൽ പറയും വിട്ടിൽ, ചില നാട്ടിൽ പറയും പച്ചത്തുള്ളൻ. അത്രയും വലുപ്പമുള്ളൂ. ഇതൊരു ചെറിയ ജീവിയാണ്. ദൈവത്തിന് പ്രവർത്തിക്കുന്നതിന് ഇങ്ങനെയുള്ള ചെറു ജീവികൾ മതി. കാരണം മനുഷ്യ, നീ ഒന്നുമില്ല. നിന്റെ കഴിവുകൾ എന്ന് പറയുന്നത് ഒന്നുമില്ല. നീ കഴിവുകെട്ടൊരു മനുഷ്യനാണ്, ബലഹീനനായ ഒരു മനുഷ്യനാണെന്ന് തെളിയിക്കുന്ന കാര്യമാണ്. നമ്മൾ ഈ ബാധകളെയൊക്കെ പഠിക്കുമ്പോഴേ അവിടെ തവള, പേന്, നായീച്ച, പരുക്കള്, ഇങ്ങനെയുള്ളതായ കാര്യങ്ങളാണ് അവരെ ന്യായം വിധിച്ചുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴേ നിലത്തിലെ സകല സസ്യങ്ങളും തിന്നുന്നതിന് വേണ്ടി മിസ്രൈം ദേശത്ത് വരുവാൻ ദേശത്തിന്മേൽ മോശെ നീ കൈ നീട്ടാൻ പറഞ്ഞു. അങ്ങനെ മോശ തൻ്റെ വടി നീട്ടി. അല്പം കഴിഞ്ഞപ്പോൾ വലിയൊരു കിഴക്കൻ കാറ്റ് ആഞ്ഞു വീശി. ദൈവത്തിൻ്റെ വടി നീട്ടിയ ഉടനെ വലിയൊരു കിഴക്കൻ കാറ്റ് അടിപ്പിച്ചു. പ്രഭാതമായപ്പോൾ ദേശം മുഴുവൻ നിറഞ്ഞു. ഏതു ദേശം? ഗോശാനിൽ വന്നില്ല. കാരണം അത് ദൈവത്തിൻ്റെ ജനമായതുകൊണ്ട് അവരെ സംഭവമേ അറിയില്ല. മിസ്രൈം ദേശം മുഴുവൻ നിറഞ്ഞു. മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുട്ടുമൂടി. അത്രമാത്രം ഈ ജീവികൾ എത്രയെന്ന് പറയാൻ പറ്റിയാലായിരുന്നു. സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് വരാതിരിക്കത്തക്കവണ്ണം ആ രാജ്യത്തിൻ്റെ ഉപരിതലത്തിൽ ഈ വെട്ടുക്കിളിയെ കൊണ്ട് അങ്ങ് നിറഞ്ഞു.
അടുത്തത് നമ്മൾ പറയുന്നത്, ചിന്തിക്കുന്നത്, സകല സസ്യങ്ങളിലും വൃക്ഷത്തിലുള്ള ഫലം തിന്നു എന്ന് പറഞ്ഞാൽ നാളത്തേക്കൊന്നും ആഹാരമില്ലാതെ അവരെ എല്ലാം തീർന്നു. വെട്ടുക്കിളി അത് മുഴുവൻ തിന്നു. മിസ്രൈം ദേശത്തെ ഒരു പച്ച ഇല ഇല്ലാതെ വണ്ണം മുഴുവൻ തിന്ന് കമ്പുകൾ മാത്രം ശേഷിപ്പിച്ചു. ഫറവോൻ മോശയെ വിളിക്കുന്നു. മോശയെ വിളിച്ചു പറഞ്ഞു, ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. എത്ര വലിയ മനുഷ്യനായിരുന്നാലും അവന്റെ പ്രശ്നത്തിന് നടുവിൽ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ പാപം നിമിത്തമാണ് സംഭവിച്ചേക്കുന്നതെന്ന്. കാരണം മനുഷ്യൻ ഭയമുള്ളവനായതുകൊണ്ടാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ പറയും, അയ്യോ എൻ്റെ പാപത്താൽ ആയിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, മോശേ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പലപ്പോഴും ലോക ജനങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണ്. ലോക ജനങ്ങളുടെ ജീവിതത്തിലെല്ലാം കൈവടിയുമ്പോൾ ആശ്രയിക്കുന്നത് ദൈവമക്കളെയാണ്. അവരോട് പറയും, ഞങ്ങൾ ആകെ തകർന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഇങ്ങനെ ഒത്തിരി ആളുകൾ യേശുവിനെ കണ്ടുമുട്ടുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവജനങ്ങൾ നമുക്ക് അവസരങ്ങൾ നൽകുമ്പോൾ നമ്മൾ പാഴാക്കരുത്. നമ്മോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ കാര്യവും പരാജയപ്പെട്ടു. ഇത് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടുകയുള്ളൂന്നേ അവർക്ക് മനസ്സിലാകുമ്പോഴാണ് നമ്മളെ അഭയം ചൊല്ലുന്നത്. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. മോശ ഒരു കഠിന ഹൃദയമുള്ളവനല്ല, വലിയ താഴ്മയുള്ളവനാണ്. അഹങ്കാരം എന്ന് പറയുന്നത് അല്പം പോലും ഇല്ല. ഒരു സത്യസന്ധനായ മനുഷ്യന്റെ ഇടയ്ക്ക് ചെന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴേ പ്രാർത്ഥിച്ചു. ദൈവം മോശയുടെ പ്രാർത്ഥന കേട്ടു. ഇനി അടുത്ത ചെയ്യേണ്ടത് ഈ വെട്ടുക്കിളിയെല്ലാം മാറ്റണമല്ലോ. ഈ വെട്ടുക്കിളിയെ എല്ലാം കൂടെ ചത്ത അവിടെ വീഴുകയാണെങ്കിൽ അതും അതിനെക്കാട്ടിലും വലിയ പ്രശ്നമാണ്. ദൈവം ഒരു കാര്യം ചെയ്തു. അവിടെ ഇത്ര പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്, വെട്ടുക്കിളിയെ എടുത്ത് ചെങ്കടലിൽ ഇട്ടു. നിന്റെ എത്ര വലിയ പ്രശ്നമായിരുന്നാലും, നീ രക്ഷിക്കപ്പെട്ടവനായിരിക്കാം, നിന്റെ എത്ര വലിയ പ്രശ്നമായിരുന്ന ദൈവം എടുത്ത് പ്രശ്നം മാറ്റും. ചെങ്കടലിലിട്ടു. പക്ഷേ അവിടെ പറയുന്നത്, എന്നിട്ടും ഫറവോൻ ഇസ്രായേൽ മക്കളെ വിട്ടില്ല, അവന്റെ ഹൃദയം കഠിനമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് അടുത്ത ദിവസം 9ാമത്തെ ബാധയെപ്പറ്റി ചിന്തിക്കാം. പ്രാർത്ഥിക്കുക, ഭാരതത്തിന് പ്രാർത്ഥിക്കുക, ഒരു വലിയ ഉണർവിന് പ്രാർത്ഥിക്കുക. ആയിരങ്ങൾ ലക്ഷങ്ങൾ ഭാരതത്തിനുണർവിന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളും അംഗമാകൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.